അപ്പം നമുക്കൊന്ന് ഊട്ടി പോയി വന്നാലോ? നമ്മൾ വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങിയതാണ്. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ദേ പാലക്കാട് എത്തിയിട്ടോ. 9:30 ഇപ്പോൾ കോയമ്പത്തൂർ അന്നപൂർണ്ണയെന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായത്. വിശന്ന് വെളുപ്പ് പോയോണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ നീറോസ്റ്റ് മസാല ഫിൽറ്റർ കോഫിയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായി. അങ്ങനെ എല്ലാ ട്രിപ്പിൻ്റെ മെയിൻ ഐറ്റമായ അന്താക്ഷരിയും കളിച്ച് നമ്മളിതേ ഊട്ടി എത്തി ഉച്ചയായപ്പോഴേക്കും. അവിടെ നിന്ന് പിന്നെ നമ്മുടെ വണ്ടിയൊന്നും കയറ്റി വിടാത്തതുകൊണ്ട് സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ജീപ്പിലാണ് യാത്ര. അപ്പോൾ ജീപ്പിൽ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു. ഊട്ടിയിൽ ഫസ്റ്റ് വിസിറ്റ് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടായിരുന്നു. ശരിക്കും ഇന്ന് വിജയ് ഇവിടെ ഇനോഗ്രേഷന് വേണ്ടി വരേണ്ടതായിരുന്നു, പക്ഷേ നമ്മൾ വേണ്ടത് മാറ്റി വെച്ചത്. പ്രായഭേദമന്യേ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി തിരക്കായിരുന്നു കേട്ടോ. നടക്കാൻ റെഡിയാണോ എന്നാൽ കുറേ കാഴ്ചകൾ കാണാം. നടന്ന ക്ഷീണം മാറ്റാൻ ഒന്നിനും കൊള്ളില്ലാത്ത ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഊട്ടി വന്നാൽ ഊട്ടിപ്പൂ മസ്റ്റ് ആണല്ലോ. അങ്ങനെ ഊട്ടിപ്പൂ വാങ്ങി തണുപ്പിൽ ഒരു മോചനത്തിന് ഒരു ഫിൽറ്റർ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലക്കോണും വാങ്ങി. ഇന്നത്തെ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഉച്ചക്കോയ മലബാർ ഹോട്ടലോട്ട് തന്നെ പോയേക്കുവാണ്. നമ്മുടെ കേരളം വിട്ടാൽ നോൺ വെജ് ഓർഡർ ചെയ്തെന്ന് എത്ര പറഞ്ഞാൽ മനസ്സിലാകത്തോണ്ട് തന്നെ നമ്മൾ ചിക്കൻ കറിയാണ് പറഞ്ഞത്. നല്ല അസൽ പണിയായിട്ട് ഉച്ചത്തെ ബിരിയാണിയുടെ കോൺഫറൻസിൽ ഓർഡർ ചെയ്തതായിരുന്നു. പിന്നെ വലിയ ആൾക്കാർ വാങ്ങിയ വെജ് കോമയും കൂട്ടിയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ 2 ദിവസം സ്റ്റേയും കാര്യങ്ങൾ.